ये खेल है कब से जारी, बिछड़े सभी बारी बारी, अरे देखी जमाने की बिछड़े सभी बारी बारी. സിനിമയിൽ നിന്ന് കവിതയിലേക്കും കവിതയിൽ നിന്ന് സിനിമയിലേക്കും ഏറെ അകലമില്ല എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഗുരുദത്തിന്റെ ചിത്രങ്ങൾ. ജീവിതം ഒരേ സമയം പ്രണയസുരഭിലവും വിഷാദമധുരവുമായ ഒരു അനുഭൂതിയായി വന്നു നിറയുന്നു ആ ചിത്രങ്ങളിൽ. മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മവും അഗാധവുമായ തലങ്ങളിലൂടെ ഒരു മാന്ത്രികനെ പോലെ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു ഗുരുദത്തിലെ സംവിധായകൻ. അഭിനയം, സംവിധാനം, നിർമ്മാണം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ തിളങ്ങി നിന്ന അദ്ദേഹത്തെ മരണശേഷമാണ് ഇന്ത്യൻ സിനിമ കൂടുതൽ തിരിച്ചറിഞ്ഞത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. മംഗലാപുരത്ത് ബസന്ത് കുമാർ ശിവശങ്കർ പദുക്കോണെ ആയി ജനിച്ച് ബംഗാളിനോടുള്ള സ്നേഹം മൂത്ത് സ്വന്തം പേര് ഗുരുദത്തെന്നാക്കി ഹിന്ദി സിനിമയിൽ വിരാജിച്ച, ജീവിതകാലത്ത് ചെയ്ത അതുല്യമായ ജോലികൾക്കൊന്നും അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ മരിച്ച് 20 കൊല്ലത്തിന് ശേഷം പുണ്യവാളനാക്കപ്പെട്ട ഒരു മഹാപ്രതിഭയായിരുന്നു ഗുരുദത്ത്. हम आपकी आँखों में इस दिल को बसा दे तो, हम मूंद के पलकों को इस दिल को सजा दे तो, हम आपकी आँखों में इस दिल को बसा दे तो. ഇന്ത്യൻ സിനിമയിൽ എന്നല്ല, ലോക സിനിമയിൽ തന്നെ വിഷാദമെന്ന മാനുഷികാവസ്ഥയ്ക്ക് ഒരു പുത്രനുണ്ടെങ്കിൽ അത് ഗുരുദത്താണെന്ന് പറയേണ്ടി വരും. ഒരു പാരഡോക്സ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, വിഷാദത്തിൻ്റെ പുത്രനും ആഘോഷത്തിൻ്റെ പുത്രനും തമ്മിലുള്ള സൗഹൃദമാണ്. ആഘോഷത്തിൻ്റെ പുത്രനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദേവാനന്ദനെയാണ്. ജീവിതത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് മാത്രം എപ്പോഴും സംസാരിക്കുകയും വെളിച്ചത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുകയും വെളിച്ചത്തിൻ്റെ ചിത്രങ്ങൾ എഴുതി, വെളിച്ചമെന്ന് പറയുന്നത് ആഘോഷമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ തമ്മിൽ ഒരുമിച്ച് ചെയ്ത ഒരു ചിത്രമാണ് ബാസി. तकदीर से बिगड़ी हुई तकदीर बना ले, तकदीर बना ले, अपने पे भरोसा है तो ये दाव लगा ले, लगा ले, दाव लगा ले. तकदीर से बिगड़ी हुई तकदीर बना ले, तकदीर बना ले, अपने पे भरोसा है तो ये दाव लगा ले, लगा ले, दाव लगा ले. ഇതിൽ വിഷാദത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണാൻ പറ്റും ഈ സോങ്ങിൽ. ഇതിൽ ഒരു ലൈനുണ്ട്, ഡർത്താ ഹെ ജമാനെ കി നിഗാഹോ സെ ഭലാ ക്യോं. ജീവിതത്തിൻ്റെ ക്രൂരദൃഷ്ടികളെ കണ്ട് നീ എന്തിനു ഭയക്കുന്നു? ഡർത്താ ഹെ ജമാനെ കി നിഗാഹോ സെ ഭലാ ക്യോं, ഖുദ് മിറ്റ് കെ കിസി ഓർ കോ മിറ്റ്നെ സെ ബച്ചാ ലേ. സ്വയം നശിച്ചുകൊണ്ടാണെങ്കിലും മറ്റൊരാളിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കൂ. അപ്നെ പേ ഭരോസാ ഹെ തോ യേ ദാവ് ലഗാ ലേ. If you believe in yourself, you do this. डरता है ज़माने की निगाहों से भला क्यों, निगाहों से भला क्यों. डरता है ज़माने की निगाहों से भला क्यों, निगाहों से भला क्यों. इंसाफ तेरे साथ है, इल्ज़ाम
അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ യൗവനത്തിൻ്റെ തീക്ഷ്ണത ഈ വിഷാദത്തിന് മുകളിൽ ഒരുപാട് പൂക്കൾ വാരി ഇട്ട് അതിനെ മൂടുന്ന പോലൊരു ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാക്കുക. ഇപ്പോൾ ആദ്യത്തെ സിനിമകളെല്ലാം ഫീൽ ഗുഡ് ഫിലിംസ് എന്ന് പറയാവുന്ന തരം സിനിമകളാണ്. ഇപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് 55 ആയാലും ആർ പാർ ആയാലും ഈവൻ ബാസി ആയാലും എല്ലാത്തിലും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ, ഒരു കമേഴ്ഷ്യൽ പ്രഷർ കൊണ്ടായിരിക്കാം അല്ലായിരിക്കാം, എല്ലാത്തിലും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഗുരുദത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാബുജി ധീരെ ചലനാ प्यार में जरा संभलना, हाँ बड़े धोखे हैं इस राह में, बाबूजी धीरे चलना। मन ही मन में लड्डू फूटे, नैनों में फुलझड़ियाँ टूटे, मन ही मन में लड्डू फूटे, नैनों में फुलझड़ियाँ टूटे, होठों पर तकरार, कभी यार कभी पार लगाती रे नजर, कभी यार कभी पार लगाती रे नजर, सैया घोयल की अरे तूने मोरा जिगर. ഇപ്പോൾ വിഷാദ ഓന്മുഖനായ ഒരാൾ എങ്ങനെ ഒരു ഫീൽ ഗുഡ് ഫിലിം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ എനിക്കുള്ള ഉത്തരം, ലോകത്തിലെ എല്ലാ ഫീൽ ഗുഡ് ഫിലിംസ് ഉണ്ടാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ വിഷാദോന്മുഖന്മാരായ ആൾക്കാരാണ്. ചാർലി ചാപ്ലിൻ, ബസ്റ്റർ കീറ്റൺ, അങ്ങനെ ഒരുപാട് പേര് ഒക്കെ ഈ ഒരു ആസ്പെക്ട് ഉണ്ട്. ഗുരുദത്തിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, എന്നെ പരിചയപ്പെടുത്തിയത് അച്ഛനാണ്. 1983 ടെലിവിഷൻ വന്ന സമയത്ത്, ദൂരദർശൻ വന്ന സമയത്ത് ഒരു സായാഹ്നത്തിൽ ഷൂട്ടിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം തൊട്ട് 6 ദിവസത്തേക്ക് ദൂരദർശനിൽ ഗുരുദത്തിൻ്റെ റെട്രോസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. ഗുരുദത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ ഒരു മഹാനായ ചലച്ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ 6 സിനിമകളും നീ പറ്റുമെങ്കിൽ ഇരുന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. ഞാൻ വളരെ റിലീജിയസായി ഈ 6 സിനിമകളും ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെ തന്നെ, നിഷ്ഠയോടെ തന്നെ കാണുകയും ഒരു മഹാനായ പ്രതിഭയെ അടുത്തറിയുകയും ചെയ്തു. उधर तुम हंसी हो, इधर दिल जवा है, ये रंगीन रातों की एक दास्तां है. उधर तुम हंसी हो, इधर दिल जवा है, ये रंगीन रातों की एक दास्तां है. कैसा है नगमा, क्या दास्तां है, बताए मोहब्बत मेरा दिल कहाँ है, ये कैसा है नगमा. അദ്ദേഹത്തെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1964 മരിച്ചുപോയ ആ മനുഷ്യനെ ഭൗതിക അർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ, എന്ന് തന്നെ പറയണം. പക്ഷേ ഒരു ആത്മീയ തലത്തിൽ ഈ മനുഷ്യനെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സംവേദിച്ചിട്ടുണ്ടെന്നും ഒക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള 6 സിനിമകളാണ് അത് ഞാൻ കണ്ടത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സിനിമകൾ ആർ പാർ, മിസ്റ്റർ ആൻഡ് മിസ്സസ് 55, प्यासा, कागज के फूल, 14वीं का चांद, साहिब बीवी और गुलाम. मेरे घर में आई हुई है बहार, कयामत है फिर भी करूं इंतजार. मेरे घर में आई हुई है बहार, कयामत है फिर भी करूं इंतजार. मोहब्बत कुछ ऐसी सदा दे रही है, मोहब्बत कुछ ऐसी सदा दे रही है, खुद रात अंगड़ाइयां ले रही है, इधर देखती हूँ नजारा जवा है. उधर तुम हंसी हो, इधर दिल जवा है, ये रंगीन रातों की एक दास्तां है. ये कैसा है नगमा, ये क्या दास्तां है, बताए मोहब्बत मेरा दिल कहाँ है, ये कैसा है नगमा.
ഗാനരചനയിലും ഗാനത്തിൻ്റെ കമ്പോസിങ്ങിലും പിന്നെ ഗാനചിത്രീകരണത്തിലുമാണ് അദ്ദേഹത്തിന് മെയിൻ ഫോക്കസ് പോയിരുന്നതെന്നും വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആർപ്പാറിലെ ഒരു ഗാനമുണ്ട്, മൊഹബ്ബത്ത് കർ ലോ जी भर लो अज किसने रोका है पर बड़े गजब की बात है इसमें भी धोखा है. പ്രണയിക്കൂ, പ്രണയത്താൽ ഹൃദയത്തെ നിറയ്ക്കൂ, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ പ്രണയത്തിലും ചതിയുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഗുരുദത്ത് ലോകത്തോട് പറയുന്നത്. मोहब्बत कर लो जी भर लो अज किसने रोका है पर बड़े गजब की बात है इसमें भी धोखा है. मोहब्बत कर लो जी भर लो अज किसने रोका है पर बड़े गजब की बात है इसमें भी धोखा है. शिकायत कर लो जी भर लो आज किसने रोका है हो सके तो दुनिया छोड़ दो दुनिया भी धोखा है. शिकायत कर लो जी भर लो आज किसने रोका है हो सके तो दुनिया छोड़ दो दुनिया भी धोखा है. शिकायत कर लो. ഗുരുദത്തിനോട് തിരിച്ചു പറയുന്നത് शिकायत कर लो जी भर लो अज किसने रोका है हो सके तो दुनिया छोड़ दो दुनिया भी धोखा है. അതായത് പ്രണയം ചതിയാണെന്ന് പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരാതി പറഞ്ഞോളൂ, പരാതിയാൽ ഹൃദയത്തെ നിറച്ചോളൂ. പക്ഷെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പ്രണയം മാത്രമല്ല, ഈ ലോകം മുഴുവൻ ചതിയാണ്. പറ്റുമെങ്കിൽ ലോകം തന്നെ ഉപേക്ഷിക്കൂ. ഇത് ഒരു വിഷാദോന്മുഖനായ ഒരു മനുഷ്യന് മാത്രമേ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു ഡ്യൂവറ്റിൽ കൊണ്ടുവരാൻ പറ്റൂ. जहाँ ये मस्ती नजर में छाई देता कुछ नहीं सुझाई, जहाँ ये मस्ती नजर में छाई देता कुछ नहीं सुझाई. टकरा के नैन मिलता है चैन मूरख क्यों रोता है टकरा के नैन मिलता है चैन मूरख क्यों रोता है मूरख क्यों रोता है. मोहब्बत कर लो जी भर लो अज किसने रोका है पर बड़े गजब की बात है इसमें भी धोखा है. शिकायत कर लो जी भर लो आज किसने रोका है हो सके तो दुनिया छोड़ दो दुनिया भी धोखा है. शिकायत कर लो. ये कूचे ये नीलाम घर दिल कशी के ये लुटते हुए कारवां जिंदगी के कहाँ है मुहाफिज खुदी के जिन्हें नाज है हिंद पर वो कहाँ है कहाँ है कहाँ है कहाँ है. ഇന്ത്യൻ സിനിമകൾ മുഴുവനും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടുകയും നമ്മുടെ നേതാക്കളെ വാഴ്ത്തിപ്പാടുകയും ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച ഇന്ത്യൻ സമര സേനാനികളെ വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചുരുക്കം ചില മെയിൻ സ്ട്രീം സിനിമകളിൽ ഒന്നായിരുന്നു പ്യാസ. ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിലും പറയാം. ഇതിൽ ആദ്യമായി ഒരു മെയിൻ സ്ട്രീം ഫിലിമിൻ്റെ ക്യാമറ റെഡ് സ്ട്രീറ്റ്സിലോട്ട് ഇറങ്ങുന്നു, ഫ്ലഷ് ട്രേഡ് കാണിക്കുന്നു, വ്യവസായത്തിലെ പൊഴികൾ കാണിക്കുന്നു, രാഷ്ട്രീയത്തിലെ പൊയ്മുഖങ്ങളെ കാണിക്കുന്നു. പൊയ്മുഖങ്ങളെ തുറന്നു കാട്ടാനായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് പ്യാസ ഗുരുദത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. ये पूछे घर दिल कशी के ये कूचे ये नीलाम घर दिल कशी के ये लुटते हुए कारवां जिंदगी के कहाँ है मुहाफिज खुदी के जिन्हें नाज है हिंद पर वो कहाँ है कहाँ है कहाँ है कहाँ है. ഈ അധപ്പതിച്ച തെരുവുകൾ, തകർന്നുകൊണ്ടിരിക്കുന്ന സംസ്കാരം, ഭാരതം ഭാരതം എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർ അവർ എവിടെയാണ് എന്നാണ് ഈ ഗാനം ചോദിക്കുന്നത്. ഗുരുദത്തിൻ്റെ മരണം കഴിഞ്ഞ് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ വരികൾക്ക് ഇന്നും, ഈ ഗാനത്തിന് ഇന്നും വളരെ പ്രസക്തിയുണ്ട് എന്ന് നാം അറിയുകയാണ്.
ये पुरपेच गलियां, ये बदनाम बाजार, ये गुमनाम राही, ये सिक्कों की झनकार, ये इस्मत के सौदे, ये सौदों पे तकरार, जिन्हें नाज है हिंद पर वो कहाँ है, कहाँ है, कहाँ है, कहाँ है। ये सदियों से बेख्वाब सहमी सी गलियां, ये मसली हुई अध खिली जर्द कलियां, ये बिकती हुई खोखली रंग रलियां, जिन्हें नाज है हिंद पर वो कहाँ है, कहाँ है, कहाँ है, कहाँ है। സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്ന നമ്മുടെ ഈ കാലത്ത് ഇതിലെ ചില വരികൾ വളരെ ബോൾഡായി 50 കൊല്ലം മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തി. ഒരു മഹാനായ കലാകാരൻ അദ്ദേഹത്തിൻ്റെ കാലത്തിനപ്പുറം ചിന്തിച്ച് അദ്ദേഹത്തിന് ശേഷം വരുന്ന എത്രയോ തലമുറകൾക്ക് കൂടി ഉള്ള വാക്യങ്ങൾ കൊടുത്തിട്ട് പോകുന്നു എന്നുള്ളതിന് തെളിവാണിത്. സാഹിർ ലുധിയാൻവിയാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. എസ് ഡി ബർമനാണ് സംഗീതം. ഇതിലൊരു വരിയുണ്ട്, മദദ് ചാഹ്തി ഹേ യെ ഹവ്വ കി ബേട്ടി, സഹായം ഇരക്കുകയാണ് ഹവയുടെ പുത്രിമാർ. യശോദ കി ഹം ജിൻസ് രാധ കി ബേട്ടി, യശോദയുടെ കുലവധുക്കൾ രാധയുടെ പുത്രിമാർ. പയംബർ കി ഉമ്മത്ത് സുലേഖ കി ബേട്ടി, പ്രവാചകന്റെ ഉമ്മയായ സുലേഖയുടെ പുത്രിമാർ. ജിൻഹെ നാസ് ഹെ ഹിന്ദ് പർ വോ കഹാ ഹെ, ഭാരതം എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർ അവർ എവിടെയാണ് എന്നാണ് ഈ ഗാനം. मदद चाहती है ये हवा की बेटी, यशोदा की हम जिन्स राधा की बेटी. मदद चाहती है ये हवा की बेटी, यशोदा की हम जिन्स राधा की बेटी. पयम्बर की उम्मत जुलेखा की बेटी, जिन्हें नाज है हिंद पर वो कहाँ है, कहाँ है, कहाँ है, कहाँ है. ഈ ഗാനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ജറാ ഇസ് മുൽക്കി रहबरों को बुलाओ, ये कूचे ये गलियां ये मंजर दिखाओ, जिन्हें नाज है हिंद पर उनको लाओ, जिन्हें नाज है हिंद पर वो कहाँ है, कहाँ है, कहाँ है, कहाँ है. जाने वो कैसे लोग थे जिनके प्यार को प्यार मिला, हमने तो जब कलियां मांगी कांटों का हार मिला. जाने वो कैसे लोग थे जिनके प्यार को प्यार मिला. ഭാരതത്തിന് വാഴ്ത്തി വാഴ്ത്തി പാടുന്ന സിനിമകളുടെ മുമ്പിലേക്ക് ഒറ്റയ്ക്ക് തിരിഞ്ഞു നിന്ന് ഒരു സിനിമ എടുത്ത് കാണിക്കുന്ന കാഴ്ചയാണ് പ്യാസയിലൂടെ നമ്മൾ കാണുന്നത്. जाने वो कैसे लोग थे जिनके प्यार को प्यार मिला, हमने तो जब कलियां मांगी कांटों का हार मिला. जाने वो कैसे लोग थे जिनके प्यार को प्यार मिला. സമ്പത്തിന് വേണ്ടി പ്രണയിച്ചവനെ ത്യജിക്കുന്ന ഗുരുദത്തിൻ്റെ ഒരു കൾട്ട് നായിക എന്ന് പറയാവുന്ന ഒരു സങ്കല്പമാണത്. അവളുടെ വീട്ടിലൊരു മെഹഫിൽ നടക്കുന്നു. ഒരു പുസ്തകങ്ങൾ നിറച്ചൊരു ഷെൽഫിൻ്റെ മുന്നിൽ സോഫയിലിരുന്ന്
പുകവലിച്ച് മദ്യപിച്ച് ഷായരി പറഞ്ഞ് ഇരിക്കുന്നൊരു സദസ്സിലേക്ക് ഒന്നുമല്ലാത്ത നായകൻ, ഗുരുദത്തിൻ്റെ ഒരു കൾട്ട് നായകൻ, ഒന്നുമല്ലാത്ത നായകൻ നടന്നു വരികയും അദ്ദേഹം വളരെ പ്യുവർ സിമ്പിൾ ഹിന്ദിയിൽ അദ്ദേഹം ഒരു ഗാനം ആലപിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ജാനെ വോ കൈസയുടെ സിറ്റുവേഷൻ. ഖുശിയോ കി മൻസിൽ ഢൂംഢി തോ ഗം കി ഗർദ മിലി, ഖുശിയോ കി മൻസിൽ ഢൂംഢി തോ ഗം കി ഗർദ മിലി, चाहत के नगमे चाहे तो आहे सर्द मिली, दिल के बोझ को दूना कर गया जो गम खार मिला, हमने तो जब कलियां मांगी कांटों का हार मिला, जाने वो कैसे लोग थे जिनके प्यार को प्यार मिला. ബുക്ക് ഷെൽഫിൻ്റെ കോർണറിൽ ക്രൂശിതനെ പോലെ നിന്നിട്ടാണ് ആദ്യത്തെ വരികൾ ആലോചിക്കുന്നത്. സ്കോളർഷിപ്പിൻ്റെ ഒരു വലിയ ലോകത്തിൽ നിന്ന് യഥാർത്ഥ വികാരത്തിൽ മാത്രം അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തോ കൊണ്ട് മാത്രം എഴുതിയ വരികൾ കൊണ്ട് ഒരു കവി തൻ്റെ ഗാനം ആലപിക്കുന്നതാണ് അതിൻ്റെ തുടക്കം. രണ്ടാമത്തെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പില്ലറാണ്. സപ്പോർട്ട് പില്ലർ ഇല്ലാതെ ഒരാൾ അതിൻ്റെ അടുത്ത് വന്ന് നിന്ന് അതിൻ്റെ സെക്കൻഡ് ഹാഫ് ആലപിക്കും. തേർഡ് ഹാഫ് എന്ന് പറയുന്നത് ഗുരുദാസ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കോണിപ്പടിയുടെ എൻഡിൽ, അതായത് ഫെയിമിൻ്റെ കോണിപ്പടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഇംപ്രഷൻസാണ്. ഒരിക്കലും ഒരു ഫ്രെയിമും അർത്ഥമില്ലാത്ത രീതിയിൽ വയ്ക്കാത്തൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗുരുദാസ്. എല്ലാ ഫ്രെയിംസിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് അക്കൗണ്ടഡ് ആണ്. അത്ര പ്രിസൈസ് ആയിട്ട് ഐഡിയാസിനെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഡയറക്ടർ എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. बिछड़ गया हर साथी देकर पल दो पल का साथ, किसको फुर्सत है जो थामे दीवानों का हाथ, हमको अपना साया तक अक्सर बेजार मिला, हमने तो जब कलियां मांगी कांटों का हार मिला, जाने वो कैसे लोग थे जिनके प्यार को प्यार मिला. जाने क्या तूने कही, जाने क्या मैंने सुनी, बात कुछ बन ही गई, जाने क्या तूने कही, जाने क्या मैंने सुनी, बात कुछ बन ही गई, जाने क्या तूने कही. പ്യാസ എന്ന ചിത്രത്തിൽ ജാനേ ക്യാ തൂനെ കഹി എന്ന് പറയുന്നൊരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ ഈ യേ ദുനിയാ അഗർ മിൽ ഭി ജായേ തോ ക്യാ ഹൈ എന്ന ഗാനത്തെ പോലെ തന്നെ, പിന്നീട് വന്ന കാഗസ് കെ ഫൂലിലെ ഗാനത്തെ പോലെ തന്നെ, വക്തനേക്ക് ഇതിലെല്ലാം പോലെ തന്നെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ടച്ച് ക്യാമറമാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗാനങ്ങളാണ്. ജാനേ ക്യാ തൂനെ കഹി, ജാനേ ക്യാ मैंने सुनी, बात कुछ बदली गई, जाने क्या तूने कही. सनसनाहटती हुई, थरथराहटती हुई, सनसनाहटती हुई, थरथराहटती हुई, जाग उठे ख्वाब कई, बात कुछ बन ही गई, जाने क्या तूने कही, जाने क्या
ഗുരുദത്തിൻ്റെ കഥ പറയുമ്പോൾ വി കെ മൂർത്തി എന്ന ഛായാഗ്രാഹകൻ്റെ സംഭാവനകളെ മാറ്റി നിർത്തി അത് പറയുക പ്രയാസമാണ്. കാരണം ഗുരുദത്ത് കണ്ട കാഴ്ചകൾ, മനസ്സിൽ കണ്ട കാഴ്ചകൾ അതേപടി തിരശ്ശീലയിൽ പകർത്തിയത് വി കെ മൂർത്തിയാണ്. ഈ പ്രോഗ്രാം, ഗുരുദത്തിനെ കുറിച്ചുള്ള ഈ പ്രോഗ്രാം ചെയ്യണമെന്ന് രവി മേനോൻ എന്നോട് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആദ്യം ആവശ്യപ്പെട്ടൊരു കാര്യം, ഞാനിത് ചെയ്യാം, പക്ഷേ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കണം ഈ പ്രോഗ്രാം, ശ്വേതശ്യാമ ദൃശ്യമായിരിക്കണം ഈ പ്രോഗ്രാം. കാരണം കറുപ്പിലും വെളുപ്പിലും അതിൻ്റെ ഇടയിലുള്ള ഗ്രേയിലുമാണ് ഗുരുദത്ത് തൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ടത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിൽ പൊതുവെ ബ്ലാക്കും വൈറ്റും മാത്രമേ പൊതുവെ മെയിൻ സ്ട്രീം ഫിലിംസിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഗ്രേ ഷെയ്ഡ്സ് ഒരുപാടുള്ള ഫ്രെയിംസാണ് ഗുരുദത്തിൻ്റെ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇതിൽ വലിയൊരു പങ്ക് വി കെ മൂർത്തി വഹിച്ചിട്ടുണ്ടെന്ന് എന്നുള്ളതിന് സംശയമില്ല. സ്വന്തം കവിതയും മോഷ്ടിക്കപ്പെട്ട് ജീവിതത്തിലെല്ലാം തകർന്ന് നിൽക്കുന്ന ഒരാൾ ആണ് ഗുരുദത്ത്. ക്ലൈമാക്സിൽ ഗുരുദത്തിൻ്റെ കഥാപാത്രം വിജയ് എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ മോഷ്ടിക്കപ്പെട്ട കവിത പാടി ഒരാൾ സ്റ്റേജിൽ വലിയവനാകുമ്പോൾ ഒരു വാതിൽ തുറന്ന് ഒരു ഗാനവുമായി ഈ വേദിയിലേക്ക് നടന്നു വരുന്ന പരാജിതനായ കലാകാരനാണ് ഗുരുദത്ത്. എക്കാലത്തും പ്രസക്തമായ ഒരു സീനാണിത്, ഒരു സിനാരിയോ ആണിത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലത്ത് വളരെയധികം പ്രസക്തമാണ്. അവാർഡുകൾ വാങ്ങപ്പെടുന്ന കാലം, അവാർഡുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കാലം, അവാർഡുകൾ കൊടുക്കുന്നു എന്ന് പറയുന്നു, കൊടുക്കുന്ന സമയത്ത് ആൾ വരുന്നില്ല, അവിടെ ഉള്ള ആളിന് കൊടുക്കുന്ന കാലം. അങ്ങനെ പുരസ്കാരങ്ങൾ മുഴുവൻ ഡീബേസ്ഡായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും അരനൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ഈ സിറ്റുവേഷനെ കുറിച്ച് പാടുന്ന ഒരു ഗാനമുണ്ടെങ്കിൽ അതാണ് ഈ ഗാനം. ये दौलत के भूखे रवाजों की दुनिया, ये दुनिया अगर मिल भी जाए तो क्या है, ये दुनिया अगर मिल भी जाए तो क्या है, ये दुनिया अगर मिल भी जाए तो क्या है എന്നാണ് ഈ ഗാനം. ഈ ലോകം കിട്ടിയിട്ട് എന്ത് കാര്യം, എന്നിട്ട് ഈ ലോകം എന്തുകൊണ്ട് കിട്ടാതിരിക്കണം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലിറിക്സ് മുഴുവൻ. യെ മെഹലോ യെ തഖ്തോ യെ താജോ കി ദുനിയ, യെ ഇൻസാഫ് കെ ദുശ്മൻ സമാജോ കി ദുനിയ, യെ ദൗലത്ത് കെ ഭൂखे रवाजों की दुनिया, ये दुनिया अगर मिल भी जाए तो क्या है, ये दुनिया अगर मिल ഭിജായേ തോ ക്യാ ഹൈ. പൊയ്മുഖങ്ങളുടെ ഈ ചതിയുടെ ഈ ലോകം, ഇതിനെ വെട്ടിപ്പിടിച്ചിട്ട് എന്ത് നേടാൻ? ജലാദോ ഇസെ ഭൂങ് ഡാലോ എ ദുനിയ, ലെറ്റ് ദ വേൾഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നൊരു ഗാനമാണ്. ഐ എം ഗോയിങ് എന്ന് പറയുന്നൊരു ഗാനമാണ്. हर एक जिस्म घायल, हर एक रूह प्यासी, निगाहों में उलझन, दिलों में उदासी, ये दुनिया है या आलम बदहवासी, ये दुनिया अगर मिल भी जाए तो क्या है, ये दुनिया अगर मिल भी जाए तो क्या है.
ട്രൂ പ്യുവർ റൊമാൻസ് എന്ന് പറയുന്നത്, സെലിബ്രേറ്റിംഗ് യുവർ ലവർ എന്ന് പറയുന്നത് ഈ ഗാനം പോലെ വേറെ ഒരു ഗാനത്തിലും ഞാൻ പിന്നെ കണ്ടിട്ടില്ല, അതിന് മുമ്പ് കണ്ടിട്ടില്ല. ജോ ഭീ ഹോ തും ഖുദാ കി കസം लाजवाब हो, चौदवी का चांद हो. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदवी का चांद हो. जुल्फे हैं जैसे कांधों पे बादल झुके हुए, जुल्फे हैं जैसे कांधों पे बादल झुके हुए, आंखें हैं जैसे मैं के प्याले भरे हुए, मस्ती है जिसमें प्यार की तुम वो शराब हो. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदवी का चांद हो. പ്രണയം വളരെ ബഹളത്തോടുകൂടി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പ്രണയത്തിൽ ഹൗ ടു ലവ്, ഹൗ ടു റൊമാൻസ് റോയലി എന്ന് ചോദിച്ചാൽ ഈ ഗാനം ഇട്ട് കാണിച്ചാൽ മതി. चेहरा है जैसे झील में हंसता हुआ कमल, चेहरा है जैसे झील में हंसता हुआ कमल, या जिंदगी के साज पे छेड़ी हुई गजल, जाने बहार तुम किसी शायर का ख्वाब हो. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदवी का चांद हो. ഈ സാഹിബ് ബീവി ഓർ ഗുലാമിൽ ഗാനത്തെ ചിത്രീകരണത്തിന് മാത്രം ഗുരുദത്ത് ഒന്ന് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അബ്രാൽവി തൻ്റെ ഗുരുവിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഗാന ചിത്രീകരണത്തിൽ ഗുരുദത്തിനുള്ള സ്കില്ല് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഗാന ചിത്രീകരണങ്ങൾ ടെക്സ്റ്റ് ബുക്കാണ്. മീനാകുമാരിയെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഗാനമുണ്ട്. പിയായ സോജിയാ മേ സംഭായി ഗയോ രേ कि मैं तन मन के सुध बुध गवा बैठी, सोजिया में समाए गयो रे कि मैं तन मन की सुध बुध गवा बैठी. पिया सोजिया में समाए गयो रे कि मैं तन मन की सुध बुध गवा बैठी. हर आहट पे समझे आए गयो रे, हर आहट पे समझे आए गयो रे, झट घूंघट
झुका बैठी पिया ऐसो जिया में समाए गयो रे. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എങ്ങനെ മനോഹരമായി വളരെ സിമ്പിൾ മൂവ്മെൻറ്റ്സിലൂടെ ക്യാമറ മൂവ്മെൻറ്റ്സിലൂടെ ക്യാപ്ചർ ചെയ്യാം എന്നുള്ളതിനൊരു ദൃഷ്ടാന്തമാണ് ഈ ഗാനം. അതിമനോഹരമാണ് ഇതിൻ്റെ ചിത്രീകരണം. കാഗസ് കെ ഫൂൽ ഗുരുദത്തിൻ്റെ ജീവിതത്തെയും മരണത്തെയും ഡിഫൈൻ ചെയ്യുന്ന ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കകാലത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കണ്ടിരുന്ന വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ പ്യാസയിൽ ശക്തമായി വരികയും കാഗസ് കെ ഫൂലാകുമ്പോൾ വിഷാദത്തിനെ കുറിച്ചുള്ളൊരു സിനിമ തന്നെ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ട്രാവൽ ചെയ്യുന്ന കലാകാരൻ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. കലാകാരന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന എന്ന് വേണമെങ്കിൽ പറയാം ഒരു സത്യമുണ്ട്. ആ സത്യം പറയുന്ന പാട്ടാണിത്. വക്ത് നെ കിയാ ക്യാ ഹസീ സിതം തും രഹേ ന തും ഹം രഹേ ന ഹം. വക്ത് നെ കിയാ ക്യാ ഹസീ സിതം തും രഹേ ന തും ഹം രഹേ ന ഹം. എന്ത് സുന്ദരമായ ക്രൈം, എന്ത് സുന്ദരമായ കുറ്റകൃത്യമാണ് കാലം ചെയ്തത്. നീയല്ലാതായി, ഞാനുമല്ലാതായി. ലോകത്തെ, പ്രണയത്തെ, വിവാഹത്തെ എല്ലാം തള്ളുന്ന രീതിയിലുള്ളൊരു അപ്രോച്ചാണ്. ഒരു കലാകാരന് വൈവാഹിക പാകപ്പിഴകൾ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുന്നു, പ്രണയ തകർച്ചകൾ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് വരച്ച് കാട്ടുന്ന ഒരു സിനിമയാണ് കാഗസ് കെ ഫൂൽ. ആങ്കേർഡായിപ്പോയ അവസ്ഥ, നങ്കൂരം വിട്ടുപോകുന്ന അവസ്ഥ, നടുകടലിൽ നങ്കൂരമിട്ട കലാകാരൻ കാണണമെങ്കിൽ കാഗസ് കെ ഫൂൽ കണ്ടാൽ മതിയാവും. രാത് ഭർ മെഹ്മാൻ
है बहारे यहाँ रात अगर ढल गई फिर ये खुशियाँ कहाँ, मतलब की दुनिया है सारी, बिछड़े सभी बारी बारी। देखे ज़माने की आरी, बिछड़े सभी बारी बारी। अरे देखे ज़माने की यारी, बिछड़े सभी बारी बारी। ഒരു വിഷാദിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തിട്ട് അപ്രത്യക്ഷമായ ഒരു സിനിമയാണ്. ഒരുപാട് ചെലവ് ഉണ്ടായിരുന്നൊരു സിനിമയാണ്. അദ്ദേഹം തനവും മനവും അർപ്പിച്ച് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ പരാജയമായിരുന്നു. ഇത് അദ്ദേഹത്തിന് നൽകിയ ഷോക്ക് ചെറുതൊന്നുമായിരുന്നില്ല. അതിനുശേഷം ഒരു റെക്ലൂസായി മാറിയ ഗുരുദത്ത് പിന്നെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ മുന്നോട്ട് വന്നില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ അസോസിയേറ്റായ അബ്രാർ അൽവിയെ കൊണ്ടാണ് അദ്ദേഹം അടുത്ത ചിത്രങ്ങൾ സംവിധാനം ചെയ്യിപ്പിച്ചത്. कुछ पास नहीं फूल ही फूल थे दामन में, या कांटों की भी आस नहीं, मतलब की दुनिया है सारी, बिछड़े सभी बारी बारी। 1964 ഒക്ടോബർ 10 പ്രഭാതത്തിൽ ഗുരുദത്തിനെ സ്വന്തം ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന് 39 വയസ്സായിരുന്നു. ജീവിത വീക്ഷണങ്ങളെ മാറ്റിമറിക്കുന്ന ഒരുപാട് പേർ മരിച്ചിട്ടുള്ളൊരു പ്രായമാണ് അതെന്ന് കേട്ടിട്ടുണ്ട്. ചെഗുവേര, മാൽക്കം എക്സ്, മാർട്ടിൻ ലൂതർ കിങ് ഇവരൊക്കെ വിട പറഞ്ഞ പ്രായമാണ് 39 കേട്ടിട്ടുണ്ട്. ആ ജിങ് സ്റ്റേജിൽ തന്നെ ഗുരുദത്തും വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ആത്മഹത്യാ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ടെന്നും ഒക്കെ തോന്നാറുണ്ട് എനിക്കിപ്പോഴും. ചിലപ്പോൾ അത് മുജ്ജന്മ ബന്ധമായിരിക്കാം, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, ചിലപ്പോൾ എന്തുമാവാം. ഗുരുദത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ കൂപ്പുകൈ. ജീവിച്ചിരിക്കുമ്പോൾ സിനിമയുടെ പുറമ്പോക്കിൽ ഒതുങ്ങിപ്പോയ ഗുരുദത്ത് മരണശേഷം ഇതിഹാസ പുരുഷനായി വാഴ്ത്തപ്പെടുന്നത് നാം കാണുന്നു. സിനിമയെ എന്നും ഹൃദയത്തിന്റെ ഭാഗമായി കണ്ട ആ അസാമാന്യ പ്രതിഭയ്ക്കുള്ള ഏറ്റവും വലിയ സ്മാരകം ഇന്ന് ക്ലാസിക്കുകളായി വിലയിരുത്തപ്പെടുന്ന അദ്ദേഹത്തിന്റെ ചലച്ചിത്ര കാവ്യങ്ങൾ തന്നെ. दामन में या कांटों
की भी आस नहीं, मतलब की दुनिया है सारी। बिछड़े सभी, बिछड़े सभी बारी।